ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഏരി കിട്ടിയിട്ടുണ്ട്, ഏരി മീൻ. അപ്പോൾ ഇവിടെയൊക്കെ ഏരി എന്നാട്ടോ പറയണത്. അപ്പോൾ അത് മുളകിടാനാണ്. അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിന് മുന്നേ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വച്ചേക്കണേ കേട്ടോ മീൻ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വച്ചു, എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതൊക്കെ വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി. നമുക്കിത് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പൊടികളും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 3 കുടപ്പുളി എടുത്തിട്ടുണ്ട്. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കണില്ല. മീനിട്ട് അതിനകത്തൊന്നിട്ട് തിളപ്പിച്ചിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കണുള്ളൂ. നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ആ ഗ്രേവിയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അത്രയും ഗ്രേവിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിടുവാണ്. നമ്മുടെ ചട്ടിയിലിരുന്ന് ഇനി കുറുകി വരും. അപ്പം നമ്മുടെ ചട്ടിയിലിരുന്ന് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോയാണിത്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഏരി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.